ബാക്ക് ടു റിൻസീസ് ബാജിയോ വ്ളോഗ്. ഞങ്ങൾ ഇന്ന് ഇവിടം വരെ പോവുകയാണ്. അപ്പോൾ ഇതൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വെച്ചു. വേറൊന്നുമല്ല, ഞങ്ങൾ മൂലമറ്റം ഇടുക്കി വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരാവശ്യത്തിന് വേണ്ടി. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അവർ ഫാമിലിയായിട്ട് വാഗമണ്ണുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ ആലോചിച്ചു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇന്നത്തെ ആ വീഡിയോ സ്മോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ ഇവിടുന്ന്. ഇനിയും ഞങ്ങൾ മൂലമറ്റത്ത് ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് ബ്രദറിൻ്റെ വൈഫിൻ്റെ വീടാണ് മൂലമറ്റം. വീട്ടിൽ ഒരു അത്യാവശ്യത്തിന് പോകേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് അവിടെ കയറി എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകാൻ. അവരവിടെ സ്റ്റേ ചെയ്യുകയാണ്. പുള്ളിക്കാരൻ US-ലാണ്, അപ്പോൾ അവർ UK-ലാണ്, ഒരു നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അവരെ അവിടെ ചെന്ന് അവരെ ഒന്ന് കാണണം. അങ്ങനെ ഞങ്ങൾ അതിന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അവരവിടെ സ്റ്റേ ചെയ്യുകയായതുകൊണ്ട് ലേറ്റ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ ഒന്നും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണിക്കാം. ചിലപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. ഹസ്ബൻഡിന് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് താമസിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. ഇനി അവിടെ ചെല്ലുമ്പോൾ വെട്ടമൊക്കെ പോയി കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാൻ, ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ. അപ്പം ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ബൈ. ഹായ് ഗൈസ്, ഇതാണ് വാഗമണ്ണ് കയറുമ്പോൾ ഉള്ള ഒരു തേക്കും കാടാണ്. മൂലമറ്റത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ വാഗമണ്ണാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു ചേച്ചിയുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മാറുമ്പോഴാണ് പുള്ളിക്കാരത്തിൻ്റെ വീട്. ഇവിടെ ഒത്തിരി ഫിലിംസ്, ഓൾഡ് മൂവീസ്, ലേറ്റസ്റ്റ് ഒത്തിരി മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പഴയ മൂവീസായ വിസ്മയ തുമ്പത്ത് രസതന്ത്രമൊക്കെ ഇവിടുത്തെ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് വാഗമണ്ണിന്. ഞങ്ങൾ വാഗമണ്ണി എന്നിട്ട് ബാക്കി വീഡിയോ. ബൈ ബൈ. അങ്ങനെ അവിടുത്തെ എല്ലാം വാഗമണ്ണ് തേക്കിൻകാട് വീഡിയോസൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് വന്നത്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ പോകുന്നതെന്ന്. പക്ഷേ ഞങ്ങൾക്ക് സമയം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് കയറി കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടിങ്ങ് പോകുന്നു. വേറൊരു ദിവസം ഇതിനായിട്ട് മാത്രം പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അവിടെ കയറി ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് അത് കയറി കണ്ട് കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിച്ച് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സൊക്കെ താമസിക്കുന്നത് കാട്ടപ്പന, എലപ്പാറ, അവിടെ ഒരു കുട്ടിക്കാനത്തിന് റിസോർട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം തന്നെ കുറച്ച് ഇരുട്ടാൻ തുടങ്ങി ഞങ്ങൾ കയറി പോകുമ്പോൾ തന്നെ. എന്നാലും മഴയൊക്കെ പെയ്യാൻ പോവുമായിരുന്നു, ഇടിയൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തൊന്നുമില്ല. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ചിടന്ന് ഇറങ്ങി നിന്നു. കണ്ടപ്പോൾ നല്ല ഒരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചിടന്ന് അവിടെ ഇറങ്ങി നിന്നു. കാരണം വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇറങ്ങി നിന്ന് കുറച്ചിടം ഒന്ന് ഇതാക്കി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ ട്രാവൽ ചെയ്ത് അവരുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ എല്ലാ ഫോട്ടോസും സൈറ്റ് സീനിങ് എല്ലാം കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ ഒത്തിരി ഇട്ടിത്തുടങ്ങി. ഞങ്ങളിങ്ങനെ ചെല്ലുമ്പോൾ അവിടെ രാത്രി ആകുമായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ രാത്രി, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇരുട്ടി തുടങ്ങി. ഇനി അവിടെ ചെന്ന് കണ്ട് അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. അവർ ഫ്രണ്ട്സ് UK-ലാണ്. 2 പേര്, ഭാര്യ ഹസ്ബൻഡ് ആൻഡ് വൈഫ് UK-ലാണ്. അവർ തിരിച്ച് നാട്ടിൽ വന്നായിരുന്നു. അപ്പം മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇതാണ് അവർ. അങ്ങനെ ഗൈസ് ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ബിയോണ്ട് പാലസ് റിസോർട്ട്, അവർ താമസിക്കുന്ന റിസോർട്ട്. 1 day 2 daysന് 10,000 rupees-ലാണ് അവരെടുത്തിരുന്നത്.
അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പോകും. അപ്പോൾ അവരെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടം വരെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ എണീച്ചാനും ഒക്കെ ഒരുപാട് നാൾക്ക് ശേഷം അവരെല്ലാം കണ്ടു, സംസാരിച്ച് അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ സമയമുണ്ടെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഫുഡ് പാഴ്സൽ മേടിക്കാമെന്ന് പറഞ്ഞിച്ചാൽ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഫുഡൊക്കെ പാഴ്സൽ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി വരുന്ന വഴിക്ക് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തു, ഒന്ന് ഫ്രഷ് ആകാമെന്ന് കരുതി. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവരെയും കണ്ട് മീറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷമായി. ഇനി വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നു. എല്ലാവരും വീഡിയോ കണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗിനർ ആയതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട്, എന്നാലും ക്ഷമിക്കുക. താങ്ക് യു എവരി വൺ.